ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലി അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്ക് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് شيخنا ومرشدنا تاج العلماء قدس الله سره العزيز شيخنا نور العلماء ابن استاذ അടക്കമുള്ള മഹത്തുക്കളെ അനുസ്മരിക്കുന്നതോടുകൂടെ ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ മദ്ഹ് പറഞ്ഞ ബുർദ പാരായണം നടന്ന വലിയ മഹത്വമേറിയ മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. സഹോദരന്മാരെ, മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ഉണ്ടാകാനുള്ളൊരു കാരണമാണ്. മഹത്തുക്കളെ അനുസ്മരിക്കൽ അത് മുസ്ലിമീങ്ങളുടെ കടപ്പാടാണ്, ബാധ്യതയാണ്. പല ആളുകളും അനുസ്മരണങ്ങളും മറ്റു കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്ന പല ബിദഈ കക്ഷികൾ ഉള്ള സമയം അനുസ്മരണം ഇസ്ലാമിൽ ഉള്ളതല്ല എന്ന് പ്രചരിപ്പിക്കുന്ന പല കക്ഷികളുമുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അനുസ്മരണം എന്നുള്ളത് ഇസ്ലാമിലുള്ള കാര്യം തന്നെയാണ്. മഹത്തുക്കളെ അനുസ്മരിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ ശരിക്കും പറയാനുള്ളത് അങ്ങനത്തെ ആളുകൾക്ക് ഹജ്ജ് വരെ പൂർണ്ണമായി ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ഒരു മുസ്ലിം ഹജ്ജ് ചെയ്യുന്നത് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ്. മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ധാരാളം മഹത്തുക്കളായ ബീബി ഹവ്വ റളിയല്ലാഹു അൻഹയും ഹാജറ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ധാരാളം മഹത്തുക്കളെ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഹജ്ജ് പൂർത്തിയാകുന്നത്. ആ നിലക്ക് മഹത്തുക്കളെ സ്മരിക്കാതെ ഹജ്ജ് വരെ പൂർത്തിയാകുന്നില്ലെങ്കിൽ അറഫ മൈതാനിൽ ഹജ്ജിന് പോയ മുഴുവൻ ആളുകളും അറഫയിൽ നിൽക്കാതെ ഹജ്ജ് പൂർണ്ണമാകുന്നില്ല. ഈ അറഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാരെ സ്മരിക്കലാണ്. മഹാനായിരിക്കുന്ന ഉപ്പാപ്പ അബൂന ബശർ ആദം നബി അലൈഹിസ്സലാം, ബീവി ഹവ്വ റളിയല്ലാഹു അൻഹ, അവരെ അനുസ്മരിക്കലാണ് അറഫയിലുള്ള താമസം, അറഫയുള്ള നൃത്തം. ഈ അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അറിഞ്ഞു, പരിചയപ്പെട്ടു എന്നൊക്കെയാണ് അതിന് അർത്ഥം വെച്ചിട്ടുള്ളത്. ഈ അറഫ എന്ന് പറയുമ്പോ അറിഞ്ഞു എന്ന് പരിചയപ്പെട്ടു എന്ന് പറയാൻ അറഫക്ക് അങ്ങനെ പേര് വെക്കാനുള്ള കാരണം തന്നെ മഹാനായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കിയ ചരിത്രം നമുക്ക് കേട്ടവരാണ്, പഠിച്ചവരാണ്. സ്വർഗത്തിൽ ആക്കിയപ്പോ ലോകമാകാരം അടക്കി പരിപാലിക്കുന്ന ഖാലിഖുൽ മുലൂക്കായ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വ റളിയല്ലാഹു അൻഹയോടും പറഞ്ഞു, ഈ സ്വർഗത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് അനുവദനീയമാണ്, എല്ലാം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു,
ലാ തഖറബാ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ഈ കാണുന്ന മരത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ചെടുക്കരുത്, അത് നിങ്ങൾക്ക് അനുവദനീയമല്ല, നിഷിദ്ധമാണ്. പക്ഷേ ശൈത്താന്റെ പ്രേരണ കാരണം, ശൈത്താൻ അടിമപ്പെട്ട കാരണം ഹവ്വ റളിയല്ലാഹു അൻഹാ പഴം പറിച്ചെടുത്തു ഭക്ഷിച്ച കാരണം കൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹയെയും താൽക്കാലികമായി പുറത്താക്കി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ പോയി, ഹവ്വ റളിയല്ലാഹു അൻഹ മറ്റൊരു ഭാഗത്തിലൂടെ പോയി. രണ്ടുപേരെയും കാണാനില്ല, രണ്ടുപേരും കാണുന്നില്ല. ഒരുപാട് സമയം, ഒരുപാട് കാലം കഴിഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹയും കൂടെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ ശേഷം ആദ്യമായി കണ്ട സ്ഥലമാണ് അറഫ. അതുകൊണ്ടാണ് അറഫക്ക് അറിഞ്ഞു, പരിചയപ്പെട്ടു എന്നൊക്കെ പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ഹജ്ജിന് പോയ ആളുകൾ ആ സ്ഥലത്ത് നിൽക്കാതെ ഹജ്ജ് പൂർത്തിയാകുന്നില്ല. പറഞ്ഞുകൊണ്ടുവന്നത് ഈ നിലക്കൊക്കെ മഹത്തുക്കൾ അനുസ്മരിച്ചുകൊണ്ടാണ് ഹജ്ജ് പൂർത്തിയാക്കുന്നു എങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരെ സ്മരിക്കൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. അല്ലാഹു അതിനൊക്കെ നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ സംസാരം ചുരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ മഹത്വമേറിയ മജ്ലിസ്, ധാരാളം ബുർദ ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലി എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ തൗഫീഖാണത്. തങ്ങളെ മഹത്വം പറയലും അവിടുത്തെ മദ്ഹ് പറയലും ആ മജ്ലിസിലൊക്കെ നാം എത്തിച്ചേരൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ റഹ്മത്തും ബറക്കത്തും അധികരിക്കാനുള്ള കാരണമാണ്. തങ്ങളെ മഹത്വം പറയുക, അവിടുത്തെ സ്വലാത്ത് ചൊല്ലുക, അതുപോലെ തന്നെ അവിടുത്തെ പേരിൽ മൗലൂദ് പാരായണം നടത്തുക, അവിടുത്തെ ചിന്തിക്കൽ തന്നെ, അവിടുത്തെ പേര് സ്വലാത്ത് പറയൽ തന്നെ അത് നമ്മുടെ ദുനിയവിയായ ഉഖ്റവിയായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നബി തങ്ങളെ കൊണ്ട് തീരാത്ത പ്രശ്നമില്ല. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഹബീബായ തങ്ങളെ കൊണ്ട് തീരും. അങ്ങനല്ലേ? ഇന്ന് ദുനിയാവിൽ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളുമാണുള്ളത് മുസ്ലിമീങ്ങൾക്കുള്ളത്. എല്ലാവർക്കും പ്രയാസം, എവിടെ നോക്കിയാലും വിഷമങ്ങൾ. അപ്പൊ എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടാനുള്ളൊരു വഴി അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ പേരുള്ള സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു സംഗതിയുമില്ല. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾക്ക് സ്വലാത്ത് കൊണ്ട് സുഖപ്പെടുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമുണ്ടായും. ബായാറ് മുജമ്മായിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന മാസാന്ത സ്വലാത്ത് ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതുപോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം കല്ലേരിയിലും കൊടക് ജില്ലയിലെ കുഞ്ചിലമെന്ന് പറയുന്ന സ്ഥലം, ബായാറ് പോലെ ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ 10,000 സംഗമിക്കുന്ന സ്വലാത്ത് കൊടക് ജില്ലയിൽ കുഞ്ചിലത്ത് നടക്കുന്നു. എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം. മാരകമായ രോഗികൾ, 4-5 സ്റ്റേജുകൾ കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെട്ട ധാരാളം ചരിത്രങ്ങൾ. മക്കളില്ലാതെ വിഷമിച്ച 10, 18, 20, 25 കൊല്ലമായി ദാമ്പത്തിക ജീവിതം നടത്തിയിട്ട് കുട്ടികളുണ്ടാകില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതിയ എത്രയോ ദമ്പതികൾക്ക് സ്വലാത്ത് മജ്ലിസ് കൊണ്ട് വലിയ സന്തോഷമുണ്ടായി. 10, 18, 25, 30 കൊല്ലമായി കല്യാണം കഴിക്കാൻ പ്രയാസപ്പെട്ട സഹോദരിമാർ, അവിടുത്തെ കുടുംബങ്ങൾ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് വലിയ സന്തോഷമുണ്ടായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചരിത്രങ്ങളൊക്കെ സ്വലാത്ത് മജ്ലിസ് കൊണ്ടുണ്ടാകുന്നുണ്ട്. എത്രയോ രോഗികൾ ഇപ്പൊ കൊടക് ജില്ലയിലെ കുഞ്ചിലം സ്വലാത്തിലൊക്കെ വന്നാൽ നിങ്ങൾക്കറിയാം, 10,000 ആളുകൾ വരുന്ന ആ സമയം. ബായാർ മുജമ്മയിൽ അങ്ങനെ തന്നെ. കൊടക് ജില്ലയിലൊക്കെ പോയ സ്വലാത്തിന്റെ സമയത്ത് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് സ്വലാത്ത്. അടുത്ത 7-ാം തീയതി ധാരാളം ആംബുലൻസുകൾ റോഡ് സൈഡുകൾ ഇങ്ങനെ താൽക്കാലികമായി ഹോസ്പിറ്റലിൽ നിന്ന് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഡിസ്ചാർജ് വാങ്ങിയിട്ട്
മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നും ഹൈലാൻഡ് യൂണിറ്റ് തുടങ്ങിയ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് മണിക്കൂറുകൾക്ക് മാത്രം ഡിസ്ചാർജ് ചെയ്തിട്ട് വലിയ വലിയ രോഗികളാണെങ്കിൽ നഴ്സുമാരുടെ സഹായത്തോടുകൂടെ മണിക്കൂറുകൾ മാത്രം ആംബുലൻസിൽ കഴിയുന്ന ധാരാളം രോഗികൾ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു സത്യമായ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. സ്വലാത്തിന്റെ മഹത്വം പറയാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. രോഗങ്ങളും മറ്റുള്ള എല്ലാ വിഷമങ്ങളും സ്വലാത്ത് കൊണ്ട് തീരും. അതിന്റെ കാരണക്കാരൻ പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കാൻ സ്വലാത്തുല്ലി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സാഹിബുൽ ശഫാ മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ ദുനിയാവിലില്ല, ആഖിറത്തിലുമില്ല. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ പഠിപ്പിക്കുന്നതായി കാണാം. ഇദൈ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. ദുനിയാവിലെ വിഷമങ്ങൾ തീർന്നു കിട്ടാനും ആഖിറത്തിലെ പ്രയാസങ്ങൾ തീർന്നു കിട്ടാനും ഉള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. ഇപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ, കുട്ടികളെ കെട്ടിക്കുന്ന കാര്യം, വീടിന്റെ കാര്യം, രോഗത്തിന്റെ കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സ്വലാത്ത് കൊണ്ട് പരിഹരിക്കുന്നു എങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ